അവർ പോലും അറിയാതെ ഒരുപാട് കഴിവുകൾ ദൈവം അവർ കൊടുക്കാറുണ്ട്. എന്നുവെച്ചാ നമ്മുടെ കാഴ്ചയിലും സംസാരത്തിലും കേൾവിയിലും ദൈവികാംശമുണ്ട് എന്നർത്ഥം. അത് മനസ്സിലാക്കാതെ നമുക്ക് കിട്ടിയ കഴിവിനെ ദുരുപയോഗം ചെയ്താൽ ദൈവം അതൊക്കെ ചില നേരത്ത് തിരിച്ചെടുത്തെന്നും വരും. സത്യമായിട്ടും ഞാൻ മനഃപൂർവ്വം അങ്ങോട്ട് വന്നതല്ല സാറേ. വന്നതല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. എടോ, ജീവിതത്തിൽ തോറ്റുപോയൊരു ചെറുപ്പക്കാരനാണ് താൻ. 10-25 കൊല്ലം തന്നെ സ്നേഹിച്ച തന്റെ മുറപ്പെണ്ണിനെ പോലും കൂടെ നിർത്താൻ തനിക്ക് കഴിഞ്ഞില്ല. സ്വന്തം പരാജയം എന്താണെന്ന് സ്വയം വിലയിരുത്തി അതിനൊരു പരിഹാരം കാണുന്നതിന് പകരം കണ്ണന്റെ കാലുകൾ ചലിക്കുന്നുണ്ടോ എന്ന് നോക്കി നടക്കുകയാണിപ്പോ. തന്നെ പോലെ തന്നെ പൂർണ്ണ ആരോഗ്യത്തോടെ നടക്കേണ്ടവനാണ് കണ്ണൻ. ആ ഭാഗ്യം കണ്ണൻ ഇല്ലാതാക്കിയത് തന്റെ അച്ഛനും അച്ഛന്റെ പെങ്ങളും എല്ലാം കൂടിയാ. കണ്ണന്റെ സ്വത്ത് മുന്നിൽ കണ്ടിട്ടല്ലേ അങ്ങനൊക്കെ ചെയ്തത്? സാറേ, അതൊക്കെ സാറിന്റെ തെറ്റിദ്ധാരണയാ. കണ്ണനെ ഞങ്ങൾ എന്നും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഉള്ളിലെ വേഷം പുറത്ത് കാണിക്കാതെ സ്നേഹത്തെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ, തന്റെ കാഴ്ചശക്തി മാത്രമല്ല കള്ളം പറയുന്ന ഈ നാവ് കൂടെ ചലിക്കാതെ വരും. അതിനുള്ള അവസരം ഉണ്ടാക്കരുത്. പൊയ്ക്കോ.